ഇനി അടുത്തതായിട്ട് നമുക്ക് ഷേപ്പുകളെ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ ഷേപ്പുകൾ വരുന്നത്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്തൊരു ഇത് വരയ്ക്കുകയാണെങ്കിൽ, എങ്കിലും ടൂള് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പോൾ ആ ടൂളിൽ പല സ്ഥലത്തു നിന്നുള്ള വ്യൂ നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സ്ഥലത്തു നിന്നുള്ള ഫിഗർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വെറും ഒരു ബോക്സ് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഡ്രോയിങ് അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ വേറൊരു സ്ഥലത്തു നിന്ന് നോക്കുന്ന സമയത്ത് അത് നമുക്ക് ഒരു വേറെ ഷേപ്പ് പോലെ. അപ്പോൾ ഓരോ സൈഡിൽ നിന്നുള്ള വ്യൂ മാറുന്നതിനനുസരിച്ച് നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ ആ ഷേപ്പുകൾ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യം ഫോളോയിങ് ഇൻഡിക്കേഷൻസ് ആർ യൂസ്ഡ് വിത്ത് ഡയമെൻഷൻസ് ടു ഷോ അപ്ലിക്കബിൾ ഷേപ്പ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ടു ഇംപ്രൂവ് ഡ്രോയിങ് ഇൻ്റർപ്രിട്ടേഷൻ. അതായത് ഡ്രോയിങ് ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള വരയ്ക്കുന്നതിനുള്ള ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ രീതികൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്ക് ഷേപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ ഷേപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള രണ്ട് മെത്തേഡുകൾ അല്ലെങ്കിൽ രണ്ട് രീതികളാണ് ഇവിടെ പറഞ്ഞുള്ളത്. ഡയമീറ്റർ ആൻഡ് സ്ക്വയർ സിമ്പിൾ മേ ബി omitted where the shape is clearly indicated. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷേപ്പ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, ഡയമീറ്ററോ അല്ലെങ്കിൽ സ്ക്വയർ സിമ്പിളുകളോ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഈ അപ്ലിക്കബിൾ ഇൻഡിക്കേഷൻ സിമ്പിൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് വാല്യൂ, അതിൻ്റെ വാല്യൂവും കൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ ഫിഗറുകൾ നോക്കുക. ഇതിൽ ഈ ഫസ്റ്റ് ഫിഗർ 2.28 ഫിഗർ, ഇതിലിവിടെ കാണിച്ചിട്ടുള്ള രണ്ട് അടയാളങ്ങളും 540 530 എന്നാണ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇതൊരു കുഴൽ പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു രീതിയിൽ വരുന്ന, അല്ലെങ്കിൽ ഇവിടെ 40 mm റേഡിയസും അല്ലെങ്കിൽ 40 mm വ്യാസം, റേഡിയസ് അല്ല വ്യാസം, ഇവിടെ ഈ സൈഡിലായിട്ട് 30 mm വ്യാസം വരുന്ന രീതിയിലുള്ള ഒരു എന്താണ്, ഒരു ഷേപ്പ്, ഒരു പൈപ്പ് ഷേപ്പാണിത്. പക്ഷെ നമുക്കത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആയിട്ടാണ് ഇവിടെ ഇത് വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ സൈഡിൽ നിന്ന് വ്യൂ ആണെന്നെങ്കിൽ അത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നത് എന്താണ്, കാണുന്നത് ഒരു റെക്റ്റാങ്കിൾ ബോക്സ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ ബോക്സ്, അപ്പോൾ അതിൻ്റെ മുകളിൽ വലിയൊരു കെട്ട് പോലത്തെ ഒരു ബോക്സ്, അവിടെയും നമ്മളൊരു ബോക്സ് വരച്ചു. പിന്നെ ചെറിയ എന്തുള്ള വ്യാസം വരുന്ന രീതിയിൽ അവിടെ ഒരു ചെറിയൊരു ഇതും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു ഫിഗർ നമ്മളൊക്കെ അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, എങ്ങനെയാണ് ഫിഗർ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി അടുത്തത് 40 എന്നുള്ളത് 5 അല്ല, അവിടെ സ്ക്വയർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മേശ പോലെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഡിവൈസുകളെ അല്ലെങ്കിൽ അങ്ങനത്തെ ഉപകരണങ്ങളോ ടൂൾസോ എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്വയർ രൂപം അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ രൂപം അവിടെ വരച്ചുള്ളത്. ഇനി അടുത്തതായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതൊരു സർക്കിളാണ്. അപ്പോൾ ഇത് ചിലപ്പം വേറെ രീതിയിൽ സർക്കിളിൻ്റെ രണ്ട് പോർഷനായിട്ട് വരച്ചതാണ്. അപ്പോൾ ഇവിടെ എന്താ കാണുന്നത്, നമ്മൾ ഈ ഒരു ലെങ്ത്, ഇത്രയും ഒരു ഡെഫിനിറ്റ് ലെങ്ത്ത് വരുന്നുണ്ട്, ഇവിടെ അതേപോലെ ഒരു ലെങ്ത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചെറിയ പോർഷനാണ് എന്താണ് വരുന്നത്, 10 റേഡിയസ് 10 mm റേഡിയസ് 10 mm എന്നുള്ള രീതിയിൽ അവിടെ വരുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ചിത്രത്തിനും ഇതുപോലെ എന്താണ് കാണുന്നത്, ഓരോ ഷേപ്പ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഷേപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സ്ക്വയറുകൾ, സർക്കിളുകൾ ഉപയോഗിച്ചിട്ട് മാത്രമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ ഫിഗറിലും ഇതേപോലെ തന്നെ സ്ക്വയർ, സർക്കിള് അല്ലെങ്കിൽ സർക്കിളിൻ്റെ ഭാഗങ്ങൾ അത് മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ, വേറൊരു തരത്തിലുള്ള ഫിഗറുകളും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അപ്പം നമുക്കൊരു വസ്തുവിൻ്റെ ഷേപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ്, സ്ക്വയർ അല്ലെങ്കിൽ സർക്കിൾ മെത്തേഡ് അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഡയമെൻഷൻസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. അതായത് ഡയമെൻഷൻ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക്
പലതരത്തിലുള്ള ഡയമെൻഷനിങ് ഉണ്ട്. പലതരത്തിലുള്ള ഡയമെൻഷനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ചെയിൻ ഡയമെൻഷനിങ്, പാരലൽ ഡയമെൻഷനിങ്, അതേപോലെ തന്നെ കമ്പൈൻഡ് ഡയമെൻഷനിങ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫിഗറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡയമെൻഷനിങ് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ആവാം. അപ്പോൾ ചെയിൻ ഡയമെൻഷനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഗറിനകത്ത് നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്നത് ഒറ്റ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഒറ്റ ഒരു ലൈനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പിനെയാണ് നമ്മൾ ചെയിൻ ഡയമെൻഷനിങ് എന്നുള്ളതായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പാരലൽ ഡയമെൻഷനിങ് എന്നുള്ളതാണ് പറയുന്നത്. പാരലൽ ഡയമെൻഷനിങ് എന്നുള്ളത് ഓരോ പാർട്ടും പാരലായിട്ട് ഡയമെൻഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെയും ആദ്യത്തിൽ നിന്ന് ഇവിടെ വരുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എക്സ്റ്റൻഷൻ ലൈനുകൾ ഇവിടെ ഈ ഒരു രണ്ടാമത്തേൽ പാരലൽ ഡയമെൻഷനിൽ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ഒരുപാട് എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുമ്പോഴും അത് എന്തായിരിക്കും, ഒന്നിൻ്റെ മുകളിൽ അങ്ങനെ ആയിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണം കൂടുതൽ നമുക്ക് വേണമെങ്കിലും നമുക്കത് വരയ്ക്കേണ്ടതായിട്ടുള്ളതായിട്ട് വരില്ല. അപ്പോൾ ഫസ്റ്റത്തെ ചെയിൻ അല്ലെങ്കിൽ ചെയിൻ ഓഫ് സിംഗിൾ ഡയമെൻഷനിങ് എന്നുള്ളതായിട്ടാണ് വരിക. ഒരു ഒറ്റ ഡയമെൻഷനിങ്ങിൻ്റെ ഒരുപാട് ചെയിൻ. ഇനി അതിൻ്റെ ഫിഗർ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയിൻ ഡയമെൻഷനിങ്ങിൻ്റെ ഫിഗർ 2.33 ശ്രദ്ധിക്കുക. എന്താണ്, എക്സ്റ്റൻഷൻ ലൈനുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ എക്സ്റ്റൻഷൻ ലൈനുകൾക്കൊക്കെ ഒറ്റ ഒരു ഡയമെൻഷൻ ലൈൻ ഉണ്ട്. പക്ഷെ അതിൽ ആരോ ഹെഡുകൾ കാണിച്ചിരിക്കുന്ന രീതിയിൽ ആരോ ഹെഡുകൾക്ക് ചില സ്ഥലത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ അളവുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പോയിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയാണ് ചെയിൻ ഡയമെൻഷനിങ് എന്നുള്ളത്. പക്ഷെ പാരലൽ ഡയമെൻഷനിങ്ങിൽ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് 3 എക്സ്ട്രാ എക്സ്റ്റൻഷൻ ലൈനുകൾ എക്സ്ട്രാ എക്സ്റ്റൻഷൻ ലൈനുകൾ എന്ന് ഉദ്ദേശിച്ച് നമ്മളിപ്പോൾ ഈ ഒരു ഫിഗറും അതുപോലെ തന്നെ 2.33യും 2.34ഉം ഈ രണ്ട് ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ രണ്ട് ഫിഗറിലും ഏകദേശം ഒരേ രീതിയിലുള്ള ഷേപ്പുകൾ വരുന്നുണ്ട്. പക്ഷേ അവിടെ ഡയമെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡിലാണ് ഡയമെൻഷൻ ചെയ്യുന്നത്. അതായത് ഈ ഒരു ഫിഗറിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഈസിയസ്റ്റ് മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ പാരലൽ ഡയമെൻഷനിങ് ഇതിന് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇതിൻ്റെ ഫസ്റ്റത്തെ ഷേപ്പ് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്കവിടെ ഡയമെൻഷനിങ്ങിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഇനി പാരലൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു പോയിന്റിലേക്ക് വരിക, പിന്നെ അതിൽ നിന്ന് അതേ പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോകുക. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ അളവുകൾ മിസ്സാവുന്നുണ്ട്. അപ്പോൾ ഈ 64 വരെ മാത്രമാണ് ഇവിടെ ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് കുറവുള്ള, അതായത് ഏകദേശം 115 എന്നുള്ള അളവ് അവിടെ കാണിക്കാതെ 115നോട് കൂടെ 64 കൂടി കൂടിയിട്ടുള്ള ഒരു അളവാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ അളവുകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ മാർക്കിങ് ഡയമെൻഷനിങ് വരുന്ന സമയത്ത് എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ വേറെ എല്ലാ അളവുകളും കൃത്യമായിട്ട് അതിലുണ്ടാവില്ല. പക്ഷെ അളവുകൾ അതിലുണ്ട്, പക്ഷേ നമ്മളത് കൂടുതലായിട്ട് ഒന്നുകൂടി കണ്ടെത്തേണ്ടി വരും. ഇനി കമ്പൈൻഡ് എന്ന് പറയുമ്പോൾ ഈ രണ്ടെണ്ണം ഒരുമിച്ച് വരുന്നതിനാണ് കമ്പൈൻഡ് ഡയമെൻഷനിങ് എന്ന് പറയുക. അതായത് ചിലപ്പം പാരലൽ ഡയമെൻഷനിങ് ഉണ്ടായിരിക്കും, അതും അല്ലെങ്കിൽ ചിലപ്പോൾ സാധാരണ ഡയമെൻഷനിങ്ങും ഉണ്ടായിരിക്കും. അതിൽ മിക്കവാറും നോക്കാൻ കമ്പൈൻഡ് ഡയമെൻഷനിങ് ഉണ്ടാവും എന്ന് പറയാൻ കാരണം എന്താണ്, ഫിഗർ അനുസരിച്ച് ലാർജർ ഫിഗർ ആവുന്ന സമയത്ത് അതിൽ എല്ലാ ടൈപ്പ് ഡയമെൻഷനിങ്ങും വരുന്നതായിരിക്കും. പക്ഷെ ഡയമെൻഷനിങ് ഒക്കെ ഏതും ആയിക്കോട്ടെ, പക്ഷെ അതിൻ്റെ മേലെ കൃത്യമായിട്ടുള്ള അളവുകൾ എഴുതുന്നതിൻ്റെ രീതിയും അതുപോലെ തന്നെ ആരോ ഹെഡ് യൂസ് ചെയ്യുന്നതിൻ്റെ രീതിയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു ഡ്രോയിങ് എക്സാമുകൾക്കൊക്കെ കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യനുകളാണ്. തിയറി പോർഷനിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ ഒരു രീതിയിലുള്ളതാണ്. എന്താണ് ഡയമെൻഷനിങ് രീതികൾ, അതായത് പാരലൽ ഡയമെൻഷനിങ് എന്താണ്, ചെയിൻ ഡയമെൻഷനിങ് എന്താണ്, അങ്ങനത്തെ ക്വസ്റ്റ്യനുകളൊക്കെ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക, എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത്. ഇതിൻ്റെ എക്സാമ്പിൾ ഫിഗർ വരയ്ക്കാനായിട്ട് നമുക്ക് എപ്പോഴും പറ്റണം.
ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.